വൈകുന്നേരങ്ങളിൽ ചായയോടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ പഴം വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ തൊലിയൊക്കെ കറുത്ത് പോയിട്ടുള്ള പഴം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു ബനാന കേക്കാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഈ ഒരു ബനാന കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂ നട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂ നട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാഷ്യൂ നട്ട് മാത്രം മതിയെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നേന്ത്രപ്പഴം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴമാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ചൊരു നേന്ത്രപ്പഴം കുറച്ച് പഴുപ്പ് കുറവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണേ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാരയൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുട്ടയും മൈദയൊന്നും ആദ്യം ഒന്നിച്ച് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പ് ബൈ ആയിട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ബാറ്റർ ഞാനിപ്പോൾ ഇവിടെ ഇതാ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വാട്ടി വെച്ചിട്ടുള്ള ആ ഒരു പഴമില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം ഇതിലേക്ക് ചേർത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് മിക്സാക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് സ്പീഡ് കുറച്ച് തന്നെ മിക്സാക്കി എടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. അപ്പോൾ നമുക്കിത് കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലോ ഗീയോ എന്തായാലും ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഞാൻ കുറച്ച് കാഷ്യൂ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ബബിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ 20 മിനിറ്റാണ് ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം. അപ്പോൾ ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങളത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സ്പെയർ വെച്ചിട്ട് കുത്തി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പഴമൊക്കെ ഉള്ള സമയത്ത് നല്ല പഴുത്ത പഴമൊക്കെ ഉണ്ടാകുമ്പോൾ വെറുതെ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കണ്ട. ഇതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് അവർ സംസാരിച്ചിരിക്കുന്ന ടൈം കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണിത്. അപ്പോൾ ഗസ്റ്റുകൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ആ ഒരു തിക്നെസ്, ആ ഒരു ബാറ്ററിൻ്റെ തിക്നെസ് കൊണ്ടാണ് നമ്മുടെ ഈ പഴമൊക്കെ എല്ലാ ഭാഗത്തായിട്ട് കിടക്കുന്നത്. അപ്പോൾ ബാറ്റർ ലൂസ് ആവാതെ നോക്കുക. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു അളവിലനുസരിച്ച് എടുത്തു കഴിഞ്ഞാൽ ബാറ്റർ ലൂസ് ആവുന്നില്ല, കറക്റ്റ് പാകമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും താങ്ക് യു.